അയാൾ അച്ഛൻ എന്ന് പറഞ്ഞാലും ശരി യൂത്ത് കോൺഗ്രസിന്റെ സമരം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. മന്ത്രി സജി ചെറിയാന്റെ ചെങ്ങന്നൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിച്ചത് രാവിലെ 10:30. പക്ഷെ സമരക്കാർ എത്തിയത് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം. അപ്പോഴേക്കും തന്റെ വിവാദ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാൻ ഖേദപ്രകടനം നടത്തിയിരുന്നു. എന്തേ സമരം വൈകി എന്ന് ചോദിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിന്റെ മറുപടി ഇങ്ങനെ: സമരം നടന്നല്ലോ, പ്രതിഷേധം നടന്നല്ലോ. സജി ചെറിയാൻ മാപ്പ് പറഞ്ഞതുകൊണ്ട് തീരാവുന്ന ഒരു വിഷയമാണോ? അതിന് തീരാവുന്ന വിഷയമാണോ? അങ്ങയുടെ പ്രശ്നം സമയം വൈകിയതാണോ? മാപ്പ് പറഞ്ഞ് തടി വരാൻ നോക്കുന്ന സജി ചെറിയാന്റെ ഇരട്ടത്താപ്പാണോ? ഏതാ മാധ്യമങ്ങൾ തിരിക്കേണ്ടത്? ഏതിലൊക്കെ ക്യാമറയുടെ വ്യൂ ഫൈൻഡർ പോകേണ്ടത്? ചോദിച്ചത് എനിക്ക് മനസ്സിലായി. അങ്ങയുടെ ചോദ്യത്തിനൊരു ധ്വനിയുണ്ട്. ഇങ്ങനെ യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം നടത്താൻ സാധിക്കുമെന്നുള്ള ധ്വനിയിലൊന്നും ചോദിച്ചുകൊണ്ടായില്ല. യൂത്ത് കോൺഗ്രസ് തന്നെയല്ലേ ഈ പ്രതിഷേധമായിട്ട് കടന്നു വന്നത്. സമരത്തിനിടെ വനിതാ പ്രവർത്തകർ പോലീസിനോട് തട്ടിക്കയറി. അല്ല, അവിടെ പ്രതിഷേധത്തിനിടെ മുദ്രാവാക്യം വിളിച്ചപ്പോ നമ്മളെ ചീത്ത വിളിക്കുക, സ്ത്രീ എന്നുള്ള ഒരു പരിഗണന പോലും തരാതെ അവിടെ ഇന്ന് വളരെ മോശമായ ഭാഷയിലാണ് മാവേലിക്കര CI ആയിട്ടുള്ള ആള് ചീത്ത വിളിക്കുന്നത്. പോലീസിനെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുന്ന തെറ്റായ കാര്യമാണോ? ഇവിടെ ഒരു പോലീസുകാരൻ പറഞ്ഞു കേട്ടു, ഇങ്ങനെ നടത്തിയാൽ പോരാ, ഞങ്ങൾ പറയുന്നിടത്ത് നിർത്തണം. അയാൾ അച്ഛൻ എന്ന് പറഞ്ഞാലും ശരി യൂത്ത് കോൺഗ്രസിന്റെ സമരം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ഒരു പോലീസുകാരനും 4 നക്ഷത്രം കാണുമ്പോൾ അത് അവന്റെ CPM പാർട്ടി ഓഫീസിലിരിക്കുന്ന നക്ഷത്രമാണ് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവർ കയ്യിൽ വെച്ചാൽ മതി. അവരുടെ വിട്ടുവരുന്നതിനൊന്നും വഴങ്ങിയൊന്നും യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ നിർത്താനും കഴിയില്ല, സമരങ്ങൾ അവസാനിപ്പിച്ച് പോവുകയും കഴിയില്ല. സമരം ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. മന്ത്രി സജി ചെറിയാൻ ഖേദപ്രകടനം നടത്തിയിട്ട് കാര്യമില്ല, രാജിവെക്കും വരെ സമരം സംസ്ഥാന വ്യാപകമായി വ്യാപിപ്പിക്കും എന്ന നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ്. റിപ്പോർട്ടർ, പത്തനംതിട്ട.